നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജെറുസലേം അമ്മായിയുടെ ഒരു പുതിയ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഇത് ഈ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ഇത് ജോസ് കണിയാൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. ഇദ്ദേഹം ഗൾഫിൽ അവിടെ കണ്ട ഒരു പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഭാഗമുണ്ട് ഈ പിഴച്ചു പറ്റിട്ടുള്ള ഈ സങ്കര ഇനം സന്തതി. ഇപ്പം നമ്മുടെ ഇസ്രായേലിലാണല്ലോ, അപ്പോൾ ജൂതന്മാരുടെ മറ്റേ അപ്പി നുണഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ട സാധനം, അതായത് തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം ഏറുപടക്കമാണ് ഈ ഒരു സന്തതി. കേരളത്തിലെ മലയാളികൾക്ക് അപമാനമാണ് ഈ വൃത്തികെട്ട കൂതറ സാധനം. ഇവൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇവൾ ആരാണ് എന്നുള്ളത്. കാരണം ഒന്നോ രണ്ടോ ഒക്കെ കെട്ടി അവന്മാരൊക്കെ ഇട്ടിട്ട് പോയെന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി രണ്ടിൽ ഒതുങ്ങിയൊന്നും നിൽക്കത്തില്ല. ഇതൊന്നും അങ്ങനെ നിലത്തുറച്ച് നിൽക്കുന്ന ഒരു ഐറ്റം ഒന്നും അല്ല. അപ്പം പാസ്റ്റർമാർക്കെതിരെ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ ബന്ധുക്കോസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെതിരെ ഇവൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവരും മനുഷ്യരാണ്, അവരും ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്. എന്താണെങ്കിലും ഇവരെ കുറിച്ചിട്ടൊക്കെ ഇത്ര ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്നതിന് മുമ്പ് നീ ആരാണെന്നും നിന്റെ ഫാസ്റ്റ് എന്താണെന്നും കൂടെ നീ ഒന്ന് മനസ്സിലാക്കണം. സുവിശേഷം പറയുന്ന വാഗുണ്ട് സെപ്റ്റി ടാങ്കിൽ നിന്നും വരുന്ന അമേധ്യത്തെക്കാട്ടിലും ദുർഗന്ധമാണ് ഈ വൃത്തികെട്ടവളുടെ വാക്കുകൾ. കുറെ കാലമായി ഞാൻ ഇവളുടെ വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുന്നു. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. കാരണം ഈ ഒരു പാസ്റ്ററേയും ഈ പാസ്റ്ററിന്റെ ഭാര്യനെയും ഇവരുടെ രണ്ട് മക്കളെയും കുറിച്ചിട്ട് ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ നായിൻ്റെ ഇവള് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. കാരണം ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാക്സിമം നിങ്ങൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കേൾപ്പിക്കണം. കാരണം നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരമാണ് ഇവളുടെ വായിൽ നിന്ന് വരുന്നത്. ഞാൻ കുറേയൊക്കെ ട്രിം ചെയ്തു. അതിൽ നിന്ന് കുറേ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അത് ഒരുപാട് വിഷമമുള്ളത് കൊണ്ടാണ്. കാരണം ഇങ്ങനൊന്നും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ഇവളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും മടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവൾ അതുപോലെ പിഴച്ച സന്തതിയാണ്. കാരണം സ്വന്തം അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെ സോക്കേടാണ് ഇവളിപ്പോൾ ഈ ഇരുന്നുകൊണ്ട് പറയുന്നത്. അത് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പിക്കേണ്ട. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഇവളുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി ആയിരിക്കണം. കാരണം ഇവളൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കാല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എണ്ണി നമ്മൾ ചോദിക്കണം. ഇവള് കേരളത്തിലെ ജനസമൂഹത്തിന് അപമാനമാണ് ഈ പിഴച്ച ഏറുപടക്കം എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കൂതറകളെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇന്നലെ സത്യത്തിൽ ഞാനൊരു ലൈവ് വന്നിരുന്നു. ഇന്നലെ ഞാൻ സത്യത്തിൽ ലൈവ് വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ ലൈവിൽ പെന്തോ പാച്ചറിൻ്റെ മക്കളെന്ന് പറയുന്ന രണ്ട് കൂതറകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിരുന്നു. ആ പാച്ചർ ആരാന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. ഈ കഴിവേറി മോന ആ പാച്ചർ എന്ന് പറയുന്നവൻ. ഞാൻ ഇന്നലെ ആ പാച്ചറിൻ്റെ മോളെന്ന് പറയുന്നവളെ ഞാൻ ഏറിൽ കയറ്റുന്ന സമയത്ത് അപ്പോൾ ഈ രണ്ട് കൂതറകൾക്കും ഉണ്ടായ രണ്ട് കൂതറ മക്കളുണ്ട്. ഇവൻ ദോഹയിലെ പാസ്റ്റർ. കൂതറകളായ രണ്ടെണ്ണത്തിനെ വളർത്തിയതിൻ്റെ സൂക്കേടാ. ജോസ് കണിയൻ വേലിൽ വീയപ്പുറം. ഇതാണ് അവൻ്റെ പ്രൊഫൈല്. ഇവനാ പാച്ചർ, തന്തപ്പാച്ചർ എന്ന് പറയുന്നത്. ഇവ കൂതറ പഠിപ്പിക്കുമ്പം മറ്റുള്ളവരെ സാരോപദേശം കൊടുക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ സ്വന്തം മക്കളെ വളർത്തുമ്പം കൂതറകളായിട്ട് വളർത്തുന്നതിൻ്റെ സൂക്കേടാ ഇത് ഇങ്ങനെ വന്നു കിടന്ന് എന്ത് ചെയ്യേണ്ടത് നാറേണ്ടി വരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ വാർണിംഗ് കൊടുത്തതാണ്. ഇന്നലെ ഞാൻ ലൈവ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, നീ മേലാൽ നീ പാട് നോക്കിപ്പോ, എന്നെക്കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കരുത്, നീ പോ എന്ന് ഞാൻ അവളെ ആട്ടി പുറത്താക്കിയിട്ടും ഈ കൂതറ മൂക്ക് ഈ കാണുന്ന കൂതറച്ചിക്ക് ഭയങ്കര ചൊറികടി ഇവക്ക്. കാരണം ഇവൻ കഴപ്പ് തീർത്ത് കൊടുക്കുന്നില്ല അവളുടെ. അപ്പോൾ ഇതിനങ്ങ് വെറുതെ വിടരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന. എതിർത്ത് നിൽക്കണം. അട്ടി കൊടുത്ത് നിൽക്കണം. എവിടം വരെ ഈ പിശാചുക്കൾ ഓടുന്നു അവിടം വരെയും അടിക്കണം. കാരണം വളർന്നത് ആ ഒരു തരത്തിലാണ്. ഈ പെന്തോ വൃത്തികെട്ട ജന്മങ്ങളുണ്ടല്ലോ, നമ്മൾ എത്ര അടി കൊടുത്ത് ഓടിച്ചാലും പോകത്തില്ല. വില്ലും ജാനും പോലെ നിൽക്കും. അതാണ് ഈ പെന്തോ വർഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പെന്തോ കൂതറകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ കഴിവേറി മോൻ തന്ത ഈ രണ്ട് വാണം വിട്ട ഇവൻ ഭാര്യത്തിനെ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇവൻ കിടന്നിങ്ങനെ നാറേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിലായോ? ഈ ഊള ഇന്നലെ അവൾക്ക് കൊടുത്തപ്പം അവൾ പ്രൊഫൈൽ മുക്കിക്കൊണ്ട് ഓടി.
സ്ക്രീനിന്റെ പുറത്ത് വന്ന് കളിക്കാതെ സ്ക്രീനിൽ വന്ന് കളിക്കടി എന്ന് അവള് ചോദിക്കുന്നത് എന്നോട്. ഞാൻ സ്ക്രീനിലാ നിൽക്കുന്നേ. എടി കൂതറയ്ക്കുണ്ടായവളെ, തന്തയും തള്ളയും നേരാവണ്ണം നിന്നെ ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മ പിഴച്ചു പറ്റത് കൊണ്ടാ ഇവള് ഈ കൂതറച്ചി പിഴച്ചു പറ്റത് കൊണ്ടാ എനിക്ക് വെച്ച് നാട്ടിൽ നാണൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവള് നേരാവണ്ണം പ്രസവിച്ചിരുന്നെങ്കിൽ ഇവള് നേരാവണ്ണം ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ ഇതുപോലെ കൂതറ പിള്ളേരെ കിട്ടത്തില്ലായിരുന്നു. ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഇങ്ങനത്തെ കൂതറ പിള്ളേരെ കിട്ടത്തില്ല, ചന്ത പിള്ളേരെ കിട്ടത്തില്ല. മനസ്സിലായോ? ഈ ദോഹയിലുള്ള ഈ എന്ത് പറയുന്നത് ജോസ് എന്ന് പറയുന്ന ഈ കൂതറ സ്വന്തം ഭാര്യയ്ക്ക് ഇവള് പിഴച്ചുണ്ടാക്കി കൊടുത്തതിൻ്റെ സോക്കേടാണ് ഈ രണ്ട് കൂതറ പിള്ളേരും ഇമ്മാതിരി നിൽക്കുന്നത്. ഇത് രണ്ടും അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല. ഇത് ഒരു നിലയ്ക്ക് പോകത്തില്ല. അവളുടെ ഈഗോ അനുവദിക്കുന്നില്ല ആ പിശാച് പിടിച്ചവളുടെ. അപ്പം നേരാവണ്ണം സ്കൂളില് ഇവളെ കോളേജിൽ വിട്ട സമയത്ത് ഇവള് കണ്ടവന്മാർ നടന്നതിന്റെ സൂക്കേടാണ് ഇപ്പോൾ ആ കടി മൂത്തിട്ട് ഇവള് എന്തുവാ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലിനകത്ത് മെസ്സഞ്ചറിനകത്തും അല്ലാതെയും ഒക്കെ മെസ്സേജ് ഇട്ട് കളിക്കുന്നത്. തൊക്കോസ് വർഗ്ഗങ്ങളല്ലേ, ഇവള് പെന്തോയല്ലേ. ഈ പെന്തോയായിട്ട് ജീവിച്ചു വളരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വളരത്തേ ഉള്ളൂ. അല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ വളരത്തില്ല. പിന്നെയോ തണ്ടയ്ക്കും തള്ളയ്ക്കും അവമാനമുണ്ടാക്കുന്ന രീതിയിൽ കഴിവേറി മോള് വളർന്നതിന്റെ സൂക്കേടാ. ഇനിയിപ്പം ഇവളെ വളർത്തിയതിന്റെ ദോഷമാണെങ്കിൽ പറയാം, വളർത്തിയതിന്റെ ദോഷമാണ്. എടാ ഇവളെ കെട്ടിയെടുത്തോണ്ട് പോയവനാണെങ്കിൽ നേരാവണ്ണം ഇവളെ വെച്ചിരുന്നെങ്കിലോ? ഇവളെ കെട്ടിയെടുത്തോണ്ട് പോയവൻ ഇവളെ നേരാവണ്ണം വെച്ചിരുന്ന് നോക്കിയിരുന്നെങ്കിൽ ഇവനും കൊണ്ടൊരു കൂതറ. ഈ കഴിവേറി മോനെന്ന് പറയുന്ന ഈ കൂതറയ്ക്കുണ്ടായവൻ നായിന്റെ മോനെ വെച്ചിരുന്ന് വളർത്തേണ്ടപ്പം നല്ല രീതിക്ക് വെച്ചിരിക്കടാ. കഴിവേറി മോനെ, അവളെ നീ വെച്ചിരുന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ കർണം അടിച്ച് പൊളിക്കടാ. അവൾ പെണ്ണല്ല, അവരുടെ സാധനമാണ് വേണ്ടത്. ഇവക്ക് കടിമൂത്ത് ഇറങ്ങിയിരിക്കുന്നു വൃത്തികെട്ട നായിന്റെ മോള്. ഈ പെന്തോ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചെറ്റകൾ ഈ വേഷം കെട്ടൽ മാത്രമേ ഉള്ളൂ വിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാത്തപ്പം ഈ കൂതറകൾ വെറും കഴിവേറി മക്കളായിട്ടാണ് ജീവിക്കുന്നത്. ഈ നായിന്റെ മോൻ നല്ല രീതിക്ക് മക്കളെ പ്രസവിച്ചിട്ടിരുന്നെങ്കിൽ ഇമ്മാതിരി ഇവൻ നാറേണ്ട കാര്യം ഉണ്ടായിരുന്നു. എടാ ജോസേ, എടാ ചെറ്റേ, നിന്നോട് നിർത്തിയിട്ട് പോടി. എടി എത്ര പ്രാവശ്യമാണ് ഇവളോട് ഞാൻ പറയുന്നത്, നീ നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞിട്ടും ഈ കൂതറയ്ക്കുണ്ടായവൾ ഒരു വിധത്തിൽ നിർത്തത്തില്ല. ഞാൻ അറിയാണ്ട് ചോദിക്കുക പ്രിയ സഹോദരങ്ങൾ, എനിക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? ഇവക്ക് യഹൂദന്മാരുടെ ലിംഗം വേണം ഇവക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അതായത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്തതിൻ്റെ ഗുണമാണ് ഇവള് കാണിച്ചത്. കാരണം ഇവൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതുകൊണ്ടാണല്ലോ ഈ ആൾക്കാരെ വന്നിട്ട് ഇത്തരത്തിലുള്ള അസംബന്ധവും ശുദ്ധ തെമ്മാടിത്തരവും ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഇവരെല്ലാവരും മനുഷ്യരാണല്ലോ. ഇവള് സുവിശേഷം പ്രസംഗിക്കുന്ന ഭാഗമുണ്ട്. ഇവൾ ഈ സെപ്റ്റി ടാങ്കിനെ കാട്ടി കഷ്ടമായിട്ട് മാറിയിരിക്കുക. ഏതോ സങ്കര ഇനത്തിലുണ്ടായിട്ടുള്ള തന്തയും തള്ളയും ആരാണെന്ന് പോലും അറിയാത്ത പിഴച്ചു പറ്റിട്ടുള്ള ഇവള് ഈ ഇസ്രയേലിൽ പോയിട്ട് ജൂതന്മാരുടെ മറ്റേ പാമ്പേഴ്സും താങ്ങി നടക്കുന്ന ഇവൾക്ക് ഏത് കാലവും അവിടെ പാമ്പേഴ്സും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റും. ഏതെങ്കിലും കാലത്ത് ഇവള് നാട്ടിലേക്ക് എത്തുമല്ലോ അല്ലേ? എന്തായാലും ഈ ഒരു പാവം പിടിച്ചിട്ടുള്ള ഈ ഒരു പാസ്റ്ററിനെയും ആ കുടുംബത്തെയും അവരുടെ മക്കളെയൊക്കെ ശുദ്ധ അസംബന്ധവും തെമ്മാഴിത്തരവും പറഞ്ഞ ഈ പിഴച്ചവള ഇവൾക്കുള്ള മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ക്രൈസ്തവ സമൂഹ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അത് പാസ്റ്റർമാരായിക്കോട്ടെ, ബന്ധുക്കോസ് ആയിക്കോട്ടെ, സത്യക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഇനി ആരായിക്കോട്ടെ, ഇതുപോലെ തെമ്മാടിത്തരം പറയുന്ന ഒരു വൃത്തികെട്ട സാധനം സ്ത്രീകളുടെ ഗുണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇവളുടെ ഫേസ് മറ്റേ മേക്കപ്പൊക്കെ അങ്ങോട്ട് അഴിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കണ്ടാൽ പേടിച്ചു പോകും. അത്തരത്തിൽ വികൃതമായിട്ടുള്ള ഒരു വികൃത ജീവിയാണ് ഇവളെ ഞാൻ എന്ത് വാക്കിട്ടാണ് വിളിക്കേണ്ടത്. കുറെ കാലമായിട്ട് ഞാൻ ഇവളുടെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതാണ്. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഇവളുടെയൊക്കെ അസ്ഥാനത്ത് കിട്ടുന്നതായിട്ട് വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും